இயேசுவினால் தெரிந்தெடுக்கப்பட்டவர்கள், இயேசுவின் இரத்தத்தினால் கழுவப்பட்டவர்கள். சாத்தானுக்கு இனிமேல் உங்கள் மேல் உரிமை இல்லை. எல்லாமே இயேசு, எல்லாமே இயேசு, எனக்கு எல்லாமே இயேசு. പരിശുദ്ധ ജാതി, ഒരു വിശുദ്ധ ജനം, നാം പരിശുദ്ധ ജാതിയാക കാണപ്പെട വേണം. നാം വിശുദ്ധ ജനമായി കാണപ്പെടണം. അനാഥ ഉലകமான എന്ത് കാര്യങ്ങളിലും ദേവജനങ്ങൾ ഈടുപെടലാകയാൽ ദൈവമക്കളിൽ വിരോധമായ കാര്യങ്ങളിലൊന്നും കൊടുക്കരുത്. പുറജാതികളുടെ വഴിയെ കറ്റുകൊള്ളക്കൂടാതെ, ജാതികളുടെ വഴി കണ്ട് പഠിക്കരുത്. യെരമ്യാ 10-2 വാസിക്കുമ്പോൾ യെരമ്യാവ് 10:2 ജാതികളുടെ മാർഗത്തെ കറ്റുകൊള്ളാതിരുക, ജാതികളുടെ വഴികൾ കണ്ട് പഠിക്കരുത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. പേതുരുവും ചൊല്ലുമ്പോൾ പത്രോസ് പറയുമ്പോൾ, 1 പേതുരു 4 വാസിக்கிறோம். പത്രോസ് 4:4 വായിക്കുന്നു, വിവിധமான കാര്യങ്ങളെ വിട്ട് നാം വിലകി ജീവിക്ക வேண்டும் എന്ന് വാസിக்கிறோം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടകന്ന് ജീവിക്കണമെന്ന് വായിക്കുന്നു. അതിനാൽதான் ഉലകത്തിൽ പലവിധமான കാര്യങ്ങൾ സംഭവിக்கலாம். ലോകത്തിൽ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. വിളയാട്ടുകൾ ഇരിക്കലാം, വിളയാട്ടുകൾ, പലവിധമായ കളികൾ ഉണ്ടായേക്കാം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതാ ജനങ്ങൾ ബർത്ത്ഡേ കൊണ്ടാടുവാர்கள், ജനങ്ങൾ ജന്മദിനം ആഘോഷിക്കും. നാം ബർത്ത്ഡേ കൊണ്ടാടുവതില്ല, നമ്മളത് ആഘോഷിക്കാറില്ല. നാം ബർത്ത്ഡേ കൊണ്ടാടലാകാതെ, ജന്മദിനം ആഘോഷിക്കരുത്. എന്ത് നാളെ നാം വിശേഷിപ്പിക്ക കൂടാതെ, ഒരു നാളിനെയും പ്രത്യേകമായി ആചരിക്കരുത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ജ്ഞാനസ്നാനം എടുത്തവர்கள் എപ്പടി ജീവിക്ക வேண்டும் എന്ന് വേദവസനം ചൊല്ലുகிறது. ജ്ഞാനപ്പെട്ടവർ ഇങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ പറയുന്നു. കൊലോസിയർ 2:16 വാസിക്കുമ്പോൾ, കൊലോസ്യർ 2:16 വായിക്കുമ്പോൾ, ഇപ്പോഴപ്പെട്ടതാണ് നാളുകൾക്ക് നാം അടിമപ്പെട്ട് ജീവിക്കലാകാതെ, ഇങ്ങനെയുള്ള നാളുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. അത് ബർത്ത്ഡേ കൊണ്ടാടക്കൂടാതെ, ബർത്ത്ഡേ ആഘോഷിക്കരുത്, വെഡിങ് ഡേ കൊണ്ടാടക്കൂടാതെ, വിവാഹ വാർഷികം ആഘോഷിക്കരുത്, കാര്യങ്ങളും കൊണ്ടാടക്കൂടാതെ, ഇതിങ്ങനെയുള്ളതായ ഒരു വാർഷികം ആഘോഷിക്കരുത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിനോട് സിലുവയിൽ മേന്മ പാരാട്ടി ജീവിക്ക വേണം, ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുക, വേർപെട്ട് ജീവിക്ക വേണ്ട, വേർപെട്ട് ജീവിക്കുക. ഏൻ നാം കൊണ്ടാടക്കൂടാതെ, എന്തുകൊണ്ട് ആഘോഷിക്കരുത്? പലവിധமான ശാപങ്ങൾ നമുക്ക് വരുகிறது. ആകയാൽ പലവിധ ശാപങ്ങൾ വരുന്നു, വ്യാധികൾ വരുகிறது, രോഗങ്ങൾ വരുന്നു, കടൻ പ്രശ്നങ്ങൾ വരുகிறது, കടക്കണികൾ വരുന്നു. യെരമ്യ 7:18 പഠിച്ചു. യെരമ്യാവ് 7:18 വായിക്കുക. യെരമ്യ 7:18. യെരമ്യാവ് 7:18. எனக்கு மனமடி உண்டாக அந்நிய தேவர்களுக்கு வான பலிகளை வார்க்கிறார்கள். அவர்கள் வானராக்கினிக்கு பணியாரங்களை சுடும்படி பிள்ளைகள் விறகு பொறுக்குகிறார்கள், பிதாக்கள் நெருப்பு மூட்டுகிறார்கள், ஸ்திரீகள் மாவு பிசைகிறார்கள். அவர்கள் எனக்கா மனவடி உண்டாக்குகிறது. അവരുടെ മുഖങ്ങൾ വെക്കപ്പെടുമ്പടിക്ക് അവർക്കല്ലവോ മനവടി ഉണ്ടാകുന്നത്. അവർ എന്നെയോ മുഷിപ്പിക്കുന്നത് തങ്ങളുടെ സ്വന്തം ലജ്ജയ്ക്കായി തങ്ങളെ തന്നെയല്ലയോ മുഷിപ്പിക്കുന്നത്. ക്രിസ്മസ് നാം കൊണ്ടാടക്കൂടാതെ, ആകയാൽ ക്രിസ്തുമസ് ആഘോഷിക്കരുത്. ക്രിസ്മസിലെല്ലാം കേക്ക് വാങ്ങി സാപ്പിട്ട് പഴകക്കൂടാതെ, ക്രിസ്മസിന് കേക്ക് മേടിച്ചതെന്ന് ശീലിക്കരുത്. കേക്ക് വാങ്ങി സാപ്പിടലാം, കേക്കൊക്കെ വാങ്ങി കഴിക്കാം. 25-ാം തീയതി ഉള്ളത് 24-ാം തീയതിക്ക് വാങ്ങി സാപ്പിടുങ്ക. 25-ാം തീയതി വാങ്ങേണ്ട, തലേനാൾ വാങ്ങി കഴിച്ചോ. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. കേക്ക് വാങ്ങുമ്പോൾ ദയവ് ചെയ്ത് എനക്കൊരു പീസ് കൊടുങ്ക. കേക്ക് വാങ്ങിയാൽ ഒരു കഷ്ണം എനിക്കും തരണം, ഞാനും സാപ്പിടട്ടോ, ഞാനും കഴിക്കട്ടെ. കേക്കിലൊന്നും പാപമില്ല, കേക്കിൽ പാപമില്ല. കുറിക്കപ്പെട്ട നാൾ ഉന്നെ അടിമപ്പെടുത്തലാകാതെ, ആ പ്രത്യേക ദിവസം നിന്നെ അടിമപ്പെടുത്തരുത്. അതൊരു പിശാസിനുടെ നാളാകെ മാറ്റപ്പെടുகிறது. അതൊരു പൈശാചിക ദിനമായി മാറുന്നു. ഒരു നാളിൽ പിറந்தார், യേശു ഒരു ദിവസം ജനിച്ചു. ഒവ്വൊരു നാളും നാം അന്ത യേശുവിന്റെ പിറപ്പെ കൊണ്ടാട വേണ്ടും. ഓരോ നാളും യേശു ജനിച്ചത് നമ്മൾ അനുസ്മരിച്ച് ആഘോഷിക്കണം. യേശു എനക്കാക പിറന്നതുക്കാക ഒവ്വൊരു നാളും നാം സ്തോത്രിക്ക വേണ്ടും. യേശു എനിക്കായി ലോകത്തിൽ ജനിച്ചെന്നോർത്ത് എല്ലാ നാളും സ്തോത്രം ചെയ്യപ്പെട്ട നാളിൽ നമ്മുടെ വീടുകളിൽ സ്റ്റാർ പോട്ടെ അലങ്കാരം പണി ഒന്നും ചെയ്യലാകാതെ, ദിവസങ്ങളിൽ സ്റ്റാറും മറ്റ് അലങ്കാരങ്ങളൊന്നും നമ്മുടെ വീടുകളിൽ വേണ്ട. അതെല്ലാം ജാതികളുടെ വഴിപാട്, ജാതികളുടെ വഴികളാണവ. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ബാബിലോൺ, റിലീജിയൻ ഓഫ് ബാബിലോൺ, ബാബിലോൺ മതത്തിലിരുന്ന് വന്ന കാര്യങ്ങൾ, അവയെല്ലാം ബാബിലോന്യ മതത്തിൽ നിന്ന് ഉത്ഭവിച്ചത്. അതിനെല്ലാം വേർപെട്ട് നാം പ്രതിഷ്ഠയെ പാതുകാത്ത് ജീവിക്കണം. അവയിൽ നിന്നെല്ലാം വേർപെട്ട് നമ്മുടെ പ്രതിഷ്ഠ സൂക്ഷിക്കണം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അപ്പടി നാം ജീവിക്കുമ്പോൾ
നാം ദേവനുക്കേറ്റ ദേവജനങ്ങളാക മാറ്റപ്പെടலாம். നാം ദൈവത്തിന് കൊള്ളാകുന്ന ദൈവജനമാകാം. അത് വേർപാട് ജീവിതത്തിനാല് 4 മുഖ്യமான പദവികളെ നാം പെറ്റുകൊള്ളുகிறோம். വേർപാട് ജീവിതത്താൽ 4 പ്രധാന പദവി നമുക്ക് അവരുടെ സ്വന്തം സമ്പത്താക മാറുகிறோம். നാം അവന്റെ പ്രത്യേക സമ്പത്താകും. രാജകീയ ആസാര്യ കൂട്ടமாக മാറുகிறோം. രാജകീയ പരിഹിത വർഗമാകുന്നു. മൂന്നാമത് പരിശുദ്ധ ജനமாக മാറുகிறோം. വിശുദ്ധ വംശമായി തീരുന്നു. ഇനി ലേവ്യരാഗമം 20:26 പഠിക്കുമ്പോൾ ലേവ്യർ 20:26 അവരുടെ സ്വന്തം ജനமாக നാം മാറുகிறோம். നാം തന്നെ സ്വന്തം ജനമായിരിക്കുന്നു. அதற்காக நான் உங்களை வேர்பிரித்தேன் என்று நாம் வாசிக்கிறோம். അതിനായി ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ച യഹോവ. പരിശുദ്ധ പൗൽ ഒരേ ഒരു വസനത്തിൽ சொல்லுகிறார். വിശുദ്ധ പൗലോസ് ഒറ്റ വാക്യം പറയുന്നു. പരിശുദ്ധ പേതുരു വിശുദ്ധ പത്രോസ് 1 പേതുരു 2:9 നാം വാസിക്കുന്നു. 1 പത്രോസ് 2:9. ഇത് വെള്ളിക്കിഴമ പാസ്റ്റർ എടുത്ത് വാസിത്താർ. വെള്ളിയാഴ്ച പാസ്റ്റർ എടുത്ത് വായിച്ചു. தேவனுக்கு மகிமை, மேன்மையான ஸ்லாக்கியம், மேன்மையான பதவி தேவன் நமக்கு தந்தபடியினால் நாம் சந்தோஷப்பட்டு களி கூறுவோம். ഈ ഉന്നത പദവി ശ്രേഷ്ഠ ഭാഗ്യം തന്നതിൽ നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പ്രതിഷ്ഠയെ നീ പാതുകാത്താൽ, പ്രതിഷ്ഠയെ സൂക്ഷിച്ചാൽ ദേവനുക്കുൾ മറഞ്ഞ് പരിശുദ്ധமான ജീവിതം ചെയ്യலாம். കർത്താവിൽ മറഞ്ഞൊരു വിശുദ്ധ ജീവിതം നയിക്കാം.